Welcome to Thasni's kitchen. ഹായ് everyone, അസ്സാം വലൈക്കും. ഇന്നൊരു അടിപൊളി റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. പോപ്പുലർ ചാറ്റ് റെസിപ്പി ആയിട്ടുള്ള രാജ് കച്ചോരിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചട്നിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത്. ചട്നി റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് രാജ് കച്ചോരിക്കുള്ള പൂരിയാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് റവ, അല്പം ഉപ്പ്, ഇളം ചൂടുള്ള വെള്ളം. അപ്പോൾ അത് ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ലതായിട്ടൊന്ന് വെള്ളം ചേർത്ത് നല്ലതായിട്ട് ആ ഒരു റവയൊക്കെ ഒന്ന് സോഫ്റ്റായി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം മൈദ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് വെള്ളം ആവശ്യമാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കിയിട്ടുള്ള ഒരു ഡൗ റെഡിയാക്കി എടുക്കണം. ഇന്നലെ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോയിൽ 2 ചട്നി റെസിപ്പിയാണ് ഉള്ളത്. ഒന്ന് ടാമറിൻഡ് ചട്നിയും അതുപോലെ തന്നെ ഒന്ന് മിൻറ്റ് ചട്നിയുമാണ് ഉള്ളത്. അപ്പോൾ അത് രണ്ടും നമുക്ക് റെഡിയാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാലം കേടുകൂടാതിരിക്കും. അപ്പോൾ അത് വെച്ചിട്ടുള്ള മറ്റൊരു റെസിപ്പി നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടാതെ ഈ ഒരു റെസിപ്പിക്കും നമുക്ക് ആ ചട്നി ആവശ്യമുണ്ട്. അപ്പോൾ ആ വീഡിയോ എന്തായാലും ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ നന്നായി കുഴച്ച് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അല്പം ഓയിലും കൂടെ ഒഴിച്ച് നല്ലതായിട്ടൊന്ന് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കുകയാണ്. അതിനുശേഷം ഈ ബോളിന് മുകളിൽ അല്പം കൂടെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് ഒരു 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ 20 മിനിറ്റിന് ശേഷം നമ്മുടെ മാവ് നല്ലതായിട്ട് ഇതാ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു ബോളുണ്ടാക്കിയെടുത്ത് ഒന്ന് അല്പം എണ്ണ തടവിയിട്ട് ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ പപ്പടത്തേക്കാൾ കുറച്ച് വട്ടം കുറവായിട്ട്, പൂരിയേക്കാൾ കുറച്ച് വട്ടം കുറവായിട്ടാണ് നമുക്ക് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ നല്ല തിന്നായിട്ട് പരത്തിയെടുക്കുക. ഒരുപാട് കട്ടിയിൽ പരത്തിയെടുക്കരുത്, എന്നാൽ ഒരുപാട് തിന്നും ആവരുത്. സാധാരണ നമ്മൾ പൂരിക്കൊക്കെ പരത്തിയെടുക്കുന്ന അത്രയും തിന്നിലാണ് പരത്തിയെടുക്കേണ്ടത്. ഇതുപോലെ പരത്തിയെടുക്കുക. ഈ സമയം കൊണ്ട് ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ചാറ്റ് ഐറ്റംസൊക്കെ ഇഷ്ടമാവുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ വട്ടത്തിൽ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ ഓയിലിലേക്ക് ഇട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അങ്ങ് പൊങ്ങി വന്നോളും. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ ഒരു പരത്തിയ പൂരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. ഒന്ന് ക്രിസ്പി ആക്കി എടുത്തതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം. ഇങ്ങനെ മുഴുവൻ പൂരിയും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് ഫുള്ളാവും. അത്രയും കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ദഹിവടയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്, അതുപോലെ തന്നെ പാനിപ്പൂരി, ഈ ടൈപ്പ് ചാറ്റുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ് ഈ ഒരു രാജ് കച്ചോരി. കാണാൻ നല്ലൊരു ഭംഗിയാണ്, കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ്. അപ്പോൾ പൂരി നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ബാക്കിയുള്ള പൂരിയെല്ലാം ഇതുപോലെ കോരി മാറ്റാം. അതിനുശേഷം നമുക്കിനി ഇതൊക്കെ സെറ്റ് ചെയ്യാനുള്ള ആ ഒരു തൈര് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒട്ടും തന്നെ പുളിയില്ലാത്ത കട്ടി തൈരാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് അല്പം വെള്ളവും 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും പിന്നെ അല്പം ഇന്ദുപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇന്ദുപ്പ് ചേർക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഒറിജിനൽ ടേസ്റ്റ് ഇതിൽ കിട്ടും കേട്ടോ. അതിൻ്റെ ഒറിജിനൽ റെസിപ്പിയിൽ അവർ ഇന്ദുപ്പ് ചേർക്കാറുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൂരി മുകൾ ഭാഗം ഒന്ന് പൊട്ടിച്ച് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരി ഇതിൻ്റെ മുകൾ ഭാഗത്തൊന്ന് പൊട്ടിച്ച് കൊടുക്കുക. അപ്പോൾ പൊട്ടിച്ചിട്ടുള്ള ആ ഒരു പീസൊക്കെ ഇതിനകത്തേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. കുറച്ച് വായ്വട്ടത്തിൽ തന്നെ പൊട്ടിച്ച് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു പൂരിയും കൂടെ ഞാൻ കഷ്ണങ്ങളാക്കി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പൂരി മുഴുവനായിട്ടും വേണ്ട, ചെറിയ കുറച്ച് പീസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബോയിൽ ചെയ്തിട്ടുള്ള ചിക്ക് പീസാണ്. ഒരു 7 8 ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ബോയിൽ ചെയ്തിട്ടുള്ള പൊട്ടറ്റോ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ അല്പം ചെറുപയർ റോസ്റ്റ് ചെയ്തത്. പിന്നീട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു തൈര് അത് അല്പം ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇന്നലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ചട്നി, മിൻറ്റ് ചട്നി അല്പം ചേർത്ത് കൊടുക്കാം. അല്പം ടാമറിൻ്റെ ഡേറ്റ്സ് ചട്നിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് മുകളിൽ വീണ്ടും അല്പം കൂടെ തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് കുറച്ച് അധികം തന്നെ ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇതിന് മുകളിലേക്ക് വീണ്ടും നമുക്ക് ചട്നിയൊക്കെ ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ മിൻറ്റ് ചട്നി, കുറച്ച് ടാമറിൻ്റെ ഡേറ്റ്സ് ചട്നിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ കുറച്ചും കൂടെ ലൂസായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഈ ഒരു ചട്നിയൊക്കെ ഇരിക്കുന്നത്. കുറച്ചുകൂടെ കേട് ഒഴിച്ചു കൊടുക്കുകയാണ്. അല്പം റോസ്റ്റ് ചെയ്തിട്ടുള്ള ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം ചാറ്റ് മസാല, അല്പം ചെറിയ ജീരകം പൊടിച്ചത്, ഇത്രയും കാര്യങ്ങളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. 2 പിഞ്ച് റെഡ് ചില്ലി പൗഡറും കൂടെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കുന്നത് പൊമഗ്രനേറ്റ് സീഡ്സ് ആണ്. അല്പം മല്ലിയില അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. അല്പം സേവ് അല്ലെങ്കിൽ മിക്സ്ചർ അതിന് മുകളിലായിട്ട് അന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. കഴിക്കുന്ന സമയത്ത് ആ ഒരു മിക്സ്ചറിൻ്റെ ആ ഒരു ക്രഞ്ചി ആയിട്ടുള്ള ഒരു ടേസ്റ്റും അതുപോലെ തന്നെ അതിനകത്ത് സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ ആ പൂരിയുടെ ഒരു ക്രിസ്പിയും അല്പം സ്വീറ്റും അല്പം സ്പൈസിയും എല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള ഒരു മിക്സാണിത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി കഴിക്കണം. ഉണ്ടാക്കി കഴിക്കാത്തവർ പോയി കഴിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കഴിക്കണം. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. മുൻപുള്ള നമ്മുടെ ചാറ്റ് റെസിപ്പീസ് കൂടെ കാണാൻ മറക്കരുത്. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.